മെഷീൻ ടൂൾസിൻ്റെ മൊഡ്യൂൾ 1 പ്രധാനപ്പെട്ട ടോപ്പിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് നമ്മുടെ കട്ടിംഗ് സ്പീഡും ഫീഡും ഡെപ്ത് ഓഫ് കട്ടും. മിക്കവാറും എല്ലാവർക്കും നമ്മുടെ ലെയ്ത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ മെഷീൻ ഷോപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പോയിൻ്റ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ വർക്ക് ഇൻ 1 minute. ഓക്കെ, അതായത് കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ നമ്മുടെ ആ ഒരു എത്രത്തോളം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ദ കട്ടിംഗ് സ്പീഡ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പോയിൻ്റ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ വർക്കിൻ്റെ അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ ഔട്ടർ സർഫസിൽ നിന്നും എത്രത്തോളം ഡിസ്റ്റൻസ് ആണ് ഒരു മിനിറ്റിൽ ആ ഒരു വർക്ക് പീസ് ട്രാവൽ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ അതിൻ്റെ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മിനിറ്റിൽ എത്ര മീറ്റേഴ്സാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സാധാരണ എക്സ്പ്രസ് ചെയ്യാറ്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കണം, മീറ്റർ പെർ മിനിറ്റ് ആണ് നമ്മുടെ കട്ടിംഗ് സ്പീഡിൻ്റെ യൂണിറ്റ് ആയിട്ട് വരിക. അതുപോലെ കട്ടിംഗ് സ്പീഡിൻ്റെ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. കട്ടിംഗ് സ്പീഡ് ഈക്വൽ ടു πdn/1000 മീറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ 1000 ശരിക്കും ഇക്വേഷനിൽ വരുന്നൊരു ടൈം അല്ല. അതായത് സാധാരണ രീതിയിൽ നമുക്ക് MM-ലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ വർക്കിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് D is the diameter of the work in MM. അപ്പോൾ MM-ൽ തരുന്ന സമയത്ത് നമുക്കതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് കൊടുത്തുള്ളത്, ആ ഇക്വേഷനിൽ /1000 കൊടുത്തുള്ളത്. അപ്പോഴായിരിക്കും നമുക്ക് മീറ്റർ പെർ മിനിറ്റിൽ കട്ടിംഗ് സ്പീഡ് കിട്ടുന്നുണ്ടായിരിക്കും. ശരിക്കും എന്താണ് πd എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഓക്കെ, π × D × N. പൈ നമുക്കറിയാം. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ വർക്കാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ ഓഫ് ദ വർക്കാണ്. ഓക്കെ, അപ്പോൾ /1000 എന്താണ്, 1000 ഇവിടെ നിന്ന് വന്നു. നമ്മുടെ ഡയമീറ്റർ മിക്കവാറും MM-ലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. MM-നെ മീറ്റർ ആക്കാനാണ് 1000 ചെയ്യുന്നത്. സോ ഫൈനലി നമുക്ക് മീറ്റർ പെർ മിനിറ്റ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ കട്ടിംഗ് സ്പീഡ് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കട്ടിംഗ് ഫീഡാണ്, വെറും ഫീഡ്. ഓക്കെ, കട്ടിംഗ് ഫീഡാണ്. അപ്പോൾ നോക്കാം എന്താണ് ഫീഡ് നോക്കാം. ദ ഫീഡ് ഓഫ് എ കട്ടിംഗ് ടൂൾ ഇൻ എ ലേത്ത് വർക്ക് ഈസ് ദ ഡിസ്റ്റൻസ് the tool advances for each revolution of the work. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലെയ്ത്തിൽ വർക്ക് പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ റെവല്യൂഷനിലും എത്രത്തോളം ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ടൂള് മുന്നോട്ട് കയറി വരുന്നത്, ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു റെവല്യൂഷനിൽ എത്ര ആണ് വർക്ക് പീസ് എന്ത് ചെയ്യുന്നത്, വർക്ക് പീസല്ല ടൂള് വർക്ക് പീസിന് അടുത്തേക്ക് വരുന്നത്, ആ ഒരു ഇതിനാണ് നമ്മൾ ഫീഡ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു ടൈമാണ് ഫീഡ്. നോക്കാം. ദ ഫീഡ് ഓഫ് എ കട്ടിംഗ് ടൂൾ ഇൻ എ ലേത്ത് വർക്ക് ഈസ് ദ ഡിസ്റ്റൻസ് ദ ടൂൾ അഡ്വാൻസസ് ഫോർ ഈച്ച് റെവല്യൂഷൻ ഓഫ് ദ വർക്ക്. അപ്പോൾ നമ്മൾ വർക്ക് പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോ റൊട്ടേഷനിലും എന്ത് ചെയ്യുക, എത്രത്തോളം ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ടൂള് വർക്ക് പീസുമായിട്ട് അടുത്തേക്ക് വരുന്നത്, അതിനാണ് നമ്മൾ ഫീഡ് എന്ന് പറയുക. ഓക്കെ, ഇതൊരു റെവല്യൂഷനിൽ എത്ര മില്ലിമീറ്ററാണിത് അഡ്വാൻസ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ഫീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫീഡും കട്ടിംഗ് സ്പീഡും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് വൺ ആണ് നമ്മുടെ ഡെപ്ത് ഓഫ് കട്ട്. ഓക്കെ, ഡെപ്ത് ഓഫ് കട്ട് അതിൻ്റെ പേര് പോലെ തന്നെയാണ്, ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ മെഷീൻഡ് സർഫസ് ടു ദ അൺകട്ട് സർഫസ് ഓഫ് ദ വർക്ക് പീസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു വർക്ക് പീസാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് പീസിൻ്റെ മേലെ നമ്മൾ ലേത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ടൂള് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യായിരിക്കും. നമ്മൾ ടൂളിൻ്റെ അടുത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടുന്ന് മെറ്റീരിയൽ റിമൂവ് ആവും, അല്ലെ ഇവിടെ മെറ്റീരിയൽ റിമൂവ് ആവും, ചുറ്റും മെറ്റീരിയൽ റിമൂവ് ആവും. സോ ദ ഡെപ്ത് ഓഫ് കട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ മെഷീൻഡ് സർഫസ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഇപ്പോൾ നമ്മൾ മെഷീൻ ചെയ്തു വിചാരിക്കുക, അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തു കളഞ്ഞു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ശരിക്കും ആ മെറ്റീരിയൽ ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ഫൈനലി മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഷേപ്പ് ഇപ്പോൾ ഇല്ലേ റെഡിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, അല്ലേ, ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ദ ഡെപ്ത് ഓഫ് കട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ മെഷീൻഡ് സർഫസ് ടു ദ അൺകട്ട് സർഫസ് ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ ഈ മെഷീൻഡ് സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്, ശരിക്കും മെഷീൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ മെഷീൻ ചെയ്തുള്ള സർഫസ്, അല്ലേ, ആണ് മെഷീൻ ചെയ്തുള്ള സർഫസ്. എന്നാൽ അൺമെഷീൻഡ് സർഫസ് ഏതാണ്, അല്ലേ, അവിടെ നമ്മൾ മെഷീൻ ചെയ്തിട്ടില്ല. ഞാൻ ഗ്രീൻ കാണിക്കുന്ന ഇവിടെ മെഷീൻ ചെയ്തിട്ടില്ല. സോ ആ രണ്ട് സർഫസുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലേ, അതായത് പെർപെൻഡിക്കുലർ പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസാണ് എന്ത്, നമ്മുടെ ഈ ഡിസ്റ്റൻസാണ് നമ്മുടെ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
ദ ഡെപ്ത് ഓഫ് കട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ മെഷീൻഡ് സർഫസ് ടു ദ അൺകട്ട് സർഫസ് ഓഫ് ദ വർക്ക് പീസ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മില്ലിമീറ്റേഴ്സ്. അപ്പോൾ ഡെപ്ത് ഓഫ് കട്ട് റെപ്രസെൻറ്റ് ചെയ്യുക മില്ലിമീറ്ററിലായിരിക്കും. അതുപോലെ ഡെപ്ത് ഓഫ് കട്ട് കാണാനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. D1 - D2/2 ചെയ്താൽ മതി. D1 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ വർക്ക് സർഫസ് ബിഫോർ മെഷീനിങ്. അപ്പം ആദ്യം ഉണ്ടാവുന്ന അല്ലേ വർക്ക് പീസിൻ്റെ ആദ്യത്തെ ഡയമീറ്ററാണ് D1. D2 എന്ന് പറഞ്ഞാൽ പിന്നെ മെഷീൻ ചെയ്തതിൻ്റെ ശേഷമുള്ള ഡയമീറ്ററാണ്. അപ്പോൾ എന്താ വലിയ ഡയമീറ്ററും ചെറിയ ഡയമീറ്ററും ഒക്കെ /2 ചെയ്താൽ നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് കിട്ടും അല്ലേ. പിന്നെ /2 ഒക്കെ എന്നെ ശരിക്കും വന്നുള്ളത് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ വർക്ക് പീസ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വിചാരിക്കും അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ വർക്ക് പീസിൻ്റെ ഷേപ്പ് അല്ലേ ഇത്രയും ഉണ്ടാവുള്ളൂ. ഞാൻ യെല്ലോയിൽ കാണിക്കുന്ന ഇത്ര ഭാഗമേ പിന്നെ വർക്ക് പീസായിട്ട് വരുന്നുള്ളൂ അല്ലേ. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് പോയി, ഞാൻ ഹാച്ച് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് പോയി അല്ലേ. ഇപ്പോൾ നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ല ആദ്യം പറഞ്ഞു നമ്മൾ ഇത് വലിയ ഡയമീറ്റർ D1, ഇതിപ്പോൾ ചെറിയ ഡയമീറ്റർ D2 ആണ് അല്ലേ. ഡെപ്ത് ഓഫ് കട്ട് എങ്ങനെ കാണുക, വലിയ ഡയമീറ്റർ ഇപ്പം 20 വിചാരിക്കുക, ചെറിയ ഡയമീറ്റർ 10 വിചാരിക്കുക അല്ലേ. അപ്പോൾ 20 - 10 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 10 mm കിട്ടും അല്ലേ. 10 mm ആയിരിക്കുമോ അപ്പോൾ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറഞ്ഞാൽ? ആവില്ല. കാരണം എന്താണ്, ഈ സൈഡത്തും മെറ്റീരിയൽ പോയിട്ടുണ്ട്, ഇവിടുത്തെയും പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 10ൻ്റെ പകുതി ആയിരിക്കും അല്ലേ. ഇവിടുത്തെ 5 പോയി, ഇവിടുത്തത് 5 പോയി. അപ്പോൾ 10/2 5 mm ആണ് ശരിക്കും ഡെപ്ത് ഓഫ് കട്ട്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഇക്വേഷനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. D1 - D2/2 അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാം പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ലോജിക്ക് ഉപയോഗിച്ച് പഠിക്കുക. അല്ലെങ്കിൽ വെറുതെ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ ലോജിക്ക് അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്ക് ഈസി ആയിട്ട് ആ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെപ്ത് ഓഫ് കട്ടും ഫീഡും കട്ടിങ് സ്പീഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ അതേപോലെ നമുക്ക് ടൂൾ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എക്സാമിന് 7 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ടൂൾ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ആ ഒരു വേർഡ് പോലെ തന്നെ, അതായത് ടൂൾ എത്രത്തോളം കാലമായിരിക്കും നമുക്ക് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, അതായിരിക്കും എന്താണ് അതിൻ്റെ ടൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ. ദ ആക്ച്വൽ മെഷീനിങ് ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് റീഗ്രൈൻഡ്സ് ഓഫ് എ കട്ടിംഗ് ടൂൾ ഈസ് നോൺ ആസ് എ ടൂൾ ലൈഫ്. അതായത് ടൂള് ഉപയോഗിക്കും തോറും ചിലപ്പോൾ ടൂളിന് തേയ്മാനം വേറെ എന്തെങ്കിലും സംഭവിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ആ ടൂൾ ഉണ്ടാക്കി തുടക്കം തൊട്ട് ടൂള് ഫസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ആ ടൂള് നമ്മൾ ആദ്യം ഗ്രൈൻഡൊക്കെ ചെയ്ത് നമ്മൾ ഷാർപ്പൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യും, കുറേ കാലം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷാർപ്നെസ് ഒക്കെ പോയിട്ട് കട്ടാവാത്ത പ്രശ്നം വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ചിലപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഷാർപ്നെസ് ഒക്കെ കൂട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്തു, രണ്ടാമതും ഗ്രൈൻഡ് ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആ കാലയളവിന് എന്ത് പറയുന്നത്, ടൂൾ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. കാലയളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം സമയമാണ് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് ആണ് അതിൻ്റെ ടൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടൂൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തുള്ളത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടൂൾ ലൈഫ്, ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതായിരിക്കും അല്ലേ. എന്തൊക്കെയാണ്, കട്ടിങ് സ്പീഡ്, നമ്മൾ എത്ര സ്പീഡിലാണോ കട്ട് ചെയ്യുന്നത്, അതുപോലെ കട്ടിങ് ടെമ്പറേച്ചർ, കൊടുക്കുന്ന ഫീഡും ഡെപ്ത് ഓഫ് കട്ടും, പിന്നെ ടൂളിൻ്റെ ജോമെട്രി, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ടൂൾ ഉണ്ടാക്കിയുള്ളത്, അതുപോലെ ഏത് വർക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്, അവിടെ കട്ടിങ് ഫ്ലൂയിഡ്സ് ലൂബ്രിക്കൻസോ അല്ലെങ്കിൽ കൂളൻസോ യൂസ് ചെയ്യുന്നുണ്ടോ, പിന്നെ ഓപ്പറേറ്ററിൽ അത് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റർ സ്കില്ലൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടൂൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ സിസേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ, കത്രിക. അപ്പോൾ നമ്മൾ സാധാരണ ചിലപ്പം കത്രിക തന്നെ പല ടൈപ്പ് ഉണ്ടാക്കുക, അത് പല മൂർച്ചയിൽ പല മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ കത്രിക ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പം നമ്മൾ സാധാരണ ഈ തുണികളൊക്കെ വെട്ടുന്ന കത്രികനെ കൊണ്ട് നമ്മൾ വേറെ കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ വലിയ പേപ്പറോ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് എന്തായിരിക്കും പെട്ടെന്ന് അതിൻ്റെ ഒരു ഷാർപ്നെസ് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഏത് വർക്ക് പീസ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ടൂൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരൊക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ സ്കില്ലൊക്കെ എന്താണ് ഇവിടെ ആ ഒരു കട്ടിംഗ് ടൂളിൻ്റെ ടൂൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ ലോജിക്ക്, ഇപ്പോൾ നമ്മൾ സാധാരണയൊക്കെ നമ്മൾ വീട്ടിൽ പച്ചക്കറി മുറിക്കാനൊക്കെ നമ്മൾ കത്തിയൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മൂർച്ച ഷാർപ്നെസ് കുറയുന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ഒരു പോയിൻറ്റ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VT⁻n = കോൺസ്റ്റൻ്റ് ആണ്. അതിൽ V എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിംഗ് സ്പീഡാണ്, അത് m/മിനിറ്റിലായിരിക്കും. T എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂൾ ലൈഫാണ്, അത് മിനിറ്റിലായിരിക്കും. N എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സാധാരണ ഇതിൽ നമുക്ക് കട്ടിംഗ് ടൂളിൻ്റെ കോൺസ്റ്റൻ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി C എന്ന് പറഞ്ഞാലും ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതും നമുക്ക് ക്വസ്റ്റ്യനിൽ സാധാരണ രീതിയിൽ തന്നിട്ടുണ്ടായിരിക്കും. വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഇക്വേഷനാണ് VT⁻n = C.
അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എക്സാമിനൊക്കെ നമുക്ക് 7 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്ത് മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ചേർത്തുണ്ടായിരുന്നു. നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ഞാൻ വായിക്കാം. ഫോർ എ മെഷീനിങ് സിസ്റ്റം ദ കട്ടിംഗ് സ്പീഡ് ഈസ് 20 മീറ്റർ പെർ മിനിറ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വി എന്ന് പറഞ്ഞ ലെറ്ററാണ് യൂസ് ചെയ്യുക. അത് 20 മീറ്റർ പെർ മിനിറ്റ്. നമ്മൾ ഗിവൺ ഡാറ്റ 1 by 1 എഴുതി വെക്കാം. ടൈലേഴ്സ് എക്സ്പൊണൻറ്റ്, അപ്പോൾ ടൈലേഴ്സ് എക്സ്പൊണൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഇക്വേഷനിലുള്ള വി ടി റൈസ് എന്ന് പറഞ്ഞ ഇക്വേഷനിലുള്ള n ആണ് ടൈലേഴ്സ് എക്സ്പൊണൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടൈലേഴ്സ് എക്സ്പൊണൻറ്റ് എത്രയാണെന്നുള്ളത് 1 ആണ്. അവിടെ 1 വന്നിട്ടുണ്ട്, n = 1. ആൻഡ് ദ ടൈലേഴ്സ് കോഫിഷ്യൻറ്റ് നമ്മുടെ ഇക്വേഷനിലെ സി എന്ന് പറഞ്ഞ ടൈമാണ് ടൈലേഴ്സ് കോഫിഷ്യൻറ്റ്. അത് 2000 തന്നിട്ടുണ്ട്. ടൈലേഴ്സ് കോഫിഷ്യൻറ്റ് സി = 2000 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടൂൾ ലൈഫ് ഇൻ മിനിറ്റ്. എന്ത് ചെയ്യണം, നമ്മൾ ടൂൾ ലൈഫ് നമ്മൾ മിനിറ്റ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, വി ടി റേസ് ടു n = കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ വി എത്രയാണെന്നുള്ളത് വി 20 ആണ്. ടി തന്നിട്ടില്ല, ടി നമുക്ക് കാണണം. n 1 ആണ്, = കോൺസ്റ്റൻറ്റ് 2000 ആണ്. ഇല്ല, ടി റേസ് ടു 1 എന്ന് പറയുന്നത് എന്താണ്, ടി തന്നെയാണ്. അപ്പോൾ ടി = എന്ത് എഴുതാം, ഇവിടെ 2000 = അപ്പുറത്തുണ്ട്. പിന്നെ ഈ ഇൻറ്റു ടി = അപ്പുറത്തേക്ക് പോകുമ്പം ഇൻറ്റു 20 = അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 20 ആവും. ഇത് രണ്ടും ക്യാൻസൽ ആയാൽ 200/2 നമുക്ക് 100 കിട്ടും. അതിൻ്റെ അർത്ഥം 100 മിനിറ്റ്സ് ആയിരിക്കും നമ്മുടെ ആ ഒരു ടൂളിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ മാക്സിമം പോയൊരു 2-3 മിനിറ്റ് മതി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് വി ടി റൈസ് ടു n = c ദ ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ദ കട്ടിംഗ് സ്പീഡ് ദാറ്റ് വിൽ ഗിവ് എ ടൂൾ ലൈഫ് ഓഫ് 1 hour ഇഫ് n = 0.2 ആൻഡ് c = 90. അപ്പോൾ നോക്കുക, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇക്വേഷൻ അറിയാം, വി ടി റൈസ് ടു, നമുക്ക് ഇക്വേഷൻ അറിയുന്നതാണ് വി ടി റൈസ് ടു n = കോൺസ്റ്റൻറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ കട്ടിംഗ് സ്പീഡ്. അപ്പോൾ കട്ടിംഗ് സ്പീഡ് നമുക്ക് കാണണം. കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി നമുക്കിവിടെ കാണണം. കാൽക്കുലേറ്റ് ദ കട്ടിംഗ് സ്പീഡാണ്. ദാറ്റ് വിൽ ഗിവ് എ ടൂൾ ലൈഫ് ഓഫ് 1 hour. അപ്പോൾ ടൂൾ ലൈഫ് ടി എത്രയാണ്, 1 hour ആണ്. 1 hour നമ്മൾ എന്ത് ചെയ്യുക, ഹവർ എഴുതാൻ പാടില്ല, നമ്മൾ ഹവറിനെ കൺവേർട്ട് ചെയ്യുക. 1 × 60 ചെയ്താൽ നമുക്ക് 60 മിനിറ്റ്സ് കിട്ടും. ഓക്കെ, ആൻഡ് n = 0.2 തന്നിട്ടുണ്ട്, c = 90 തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ വാല്യൂസ് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് വി അറിയില്ല, വി നമ്മളവിടെ നിർത്തി. ഓക്കെ, സി എത്രയാണ്, സി നമുക്ക് ക്വസ്റ്റ്യനിൽ 90 തന്നിട്ടുണ്ട്. പിന്നെ ഡിവൈഡ് ബൈ ടി റൈസ് n = അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ടി റൈസ് n എന്നുള്ളത് എന്തായാലും മാറും. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ബൈ ടി റൈസ് n ആവും. ടി 1 hour ആണ്, 60 മിനിറ്റാക്കി മാറ്റി 60 n എത്രയാണ്, 0.2. നമുക്കിത് കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടുക ഇവിടെ കാണുന്ന പോലെ 39.770 അല്ലെങ്കിൽ 39.7 കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ കട്ടിംഗ് സ്പീഡാണല്ലേ. അപ്പോൾ നമ്മൾ അവിടെ യൂണിറ്റ് കൃത്യമായിട്ട് എഴുതണം. കട്ടിംഗ് സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, മീറ്റർ പെർ മിനിറ്റ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മീറ്റർ പെർ മിനിറ്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കറിയാം, നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവറൊക്കെ നമ്മൾ സ്പീഡിൽ പറയാറുണ്ടല്ലേ. നമ്മൾ 60 കിലോമീറ്റർ പെർ ഹവറിൽ കാർ ഓടിച്ചെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മേലെ ലെങ്ത്താണ്, താഴെ ടൈമാണ് അല്ലേ. ലെങ്ത്തും ടൈമും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് നമ്മുടെ, അല്ലെങ്കിൽ ആ ഒരു റേറ്റാണ് നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ടിസ്റ്റ് മാത്രമേ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളൂ. അതായത് നമ്മൾ 2 രീതിയിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ എന്തെങ്കിലും നമ്മൾ പഠിച്ച കാര്യം വെച്ചിട്ട് ഒന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി നോക്കാം. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനാണ് ഇവിടെ 7 മാർക്കിന് ചോദിച്ചുള്ളത് കേട്ടോ. അപ്പോൾ ആലോചിച്ച് നോക്കുക, 7 മാർക്ക് കിട്ടാൻ മെഷീൻ ടൂൾസിൽ അത്രയും വലിയൊരു ബുദ്ധിമുട്ടേ ഇല്ല. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക, ഒരു ഫിഗറൊന്നും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 7 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ അവിടെ ഡയറക്റ്റ് 7 മാർക്കിന് ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതേപോലെ
നമ്മൾ ഹോംവർക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്കറിയാം കഴിഞ്ഞ 3 വർഷങ്ങളിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതുപോലെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനുമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ടോപ്പിക്സ് അടുത്തൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.